ഇടതു സർക്കാർ ശബരിമലയെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. മലപ്പുറം ജില്ലാ UDF പ്രചാരണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരുകളുടെ കാലത്ത് ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചിരുന്നു. മതഭേദമന്യേ ഏവരും ബഹുമാനിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന സ്വർണ്ണപാളി അടിച്ചുമാറ്റിയെന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെക്കാളും വലിയ ഒരു ഗുരുവായ ഭക്തൻ ആർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാലത്തും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത്. ജനങ്ങളൊക്കെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. സംഗമം കൊണ്ടൊന്നും അതിൽ നിന്ന് നേടാനുള്ള ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ അധ്യക്ഷനായി. UDF കൺവീനർ അടൂർ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സെപ്റ്റംബർ മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ വിധി പ്രാവർത്തികമാക്കുവാൻ വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ഗവൺമെന്റാണ് LDF. അതുകൊണ്ടാണ് 2019 ജനുവരി മാസം 1-ാം തീയതി ഒരു വലിയ മനുഷ്യ മതിൽ കെട്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർക്കുന്നതിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ. 2019 ജനുവരി മാസം 1-ാം തീയതി ഒരു വലിയ മനുഷ്യ മതിൽ അവർ സൃഷ്ടിച്ചു. വനിതകളെ വെറുപുപയോഗിച്ച് വരുന്ന വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യബന്ധം പൂർത്തീകരിച്ചത്. അവരുടെ ലക്ഷ്യബോധം എന്തായിരുന്നു? ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമ്മുടെ പരിമിതമായി ഉള്ള കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അതിന് എതിരെ ഉള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ പഴുത് വെച്ചുകൊണ്ട് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് PMA സലാം, മുതിർന്ന കോൺഗ്രസ് നേതാവ് C ഹരിദാസ്, AP അനിൽകുമാർ MLA, DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ്, P അബ്ദുൽ ഹമീദ് MLA, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, P ഉബൈദുള്ള MLA എന്നിവർ സംസാരിച്ചു. ഘടകകക്ഷി നേതാക്കളായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മാത്യു വർഗീസ്, കാരയിൽ വാസു, CMK മുഹമ്മദ്, PPA റഷീദ്, അനസ്, അഡ്വക്കേറ്റ് AK ഷിബു, സുഹറ മമ്പാട്, വനജ, MK റഫീഖ, ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. UDF ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ സ്വാഗതവും PC വേലായുധൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.